back to my channel, Faint Maths Classes. So, in this class, we will discuss the third chapter, pair of linear equations in two variables, like exercise 3.2, question number 2 in this class, we will discuss. So, the question is, solve 2x plus 3y is equal to 11 and 2x minus 4y is equal to minus 24, and hence find the value of m for which y is equal to mx plus 3. അപ്പോൾ നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിലെ എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ചെയ്യേണ്ട മക്കൾസെ? സിമ്പിൾ ആണ് കേട്ടോ. എങ്ങനെ ചെയ്യണമെന്ന് അറിയാമോ? നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? 2x plus 3y is equal to 11. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? 2x minus 4y is equal to minus 24. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴി നമ്മൾ ഇതിനെ സോൾവ് ചെയ്ത് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എമ്മിന്റെ വാല്യൂ. മനസ്സിലായ? അപ്പോൾ മിസ് അത് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് മിസ് ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുകയാണ്. 2x plus 3y is equal to 11. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇതിൽ നിന്ന് മിസ് എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോണത്. അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എക്സിന്റെ ടേം മാത്രം ഇവിടെ എഴുതുന്നു. ഇസ് ഈക്വൽ ടു 11 പ്ലസ് 3y നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്ത. അപ്പൊ പ്ലസ് സൈൻ എന്തായിട്ട് മാറും? മൈനസ് സൈൻ അല്ലേ? 11 മൈനസ് 3y. ഇനി നമുക്ക് എക്സ് മാത്രമാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യണം. സോ എക്സ് ഈസ് ഈക്വൽ ടു 11 മൈനസ് 3y ബൈ 2. ഇവിടെ 2x എന്ന് വെച്ചാൽ എന്താണ്? 2 into x ആണ്. അപ്പൊ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ 2 ആയിട്ട് മാറും. ഓക്കെ, ഇതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? തേർഡ് വൺ ആയിട്ട് എടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് അറിയാം? ഈ വാല്യൂ നമ്മുടെ സെക്കൻഡ് ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. Put the value of x in 3. Put the value of x in 3. എന്താണ് നമ്മുടെ തേർഡ് വൺ? 2x minus 4y. 2x minus 4y is equal to minus 24. So 2 into x ന്റെ വാല്യൂ എന്താണ്? 11 minus 3y by 2. 11 minus 3y by 2 minus 4y. ബാക്കി എല്ലായിടത്തും നമ്മൾ അതേപടി എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, മൈനസ് 4y is equal to minus 24. 2 2 എന്താകും? ക്യാൻസൽ ആയിപ്പോകും. ബാലൻസ് എന്താ ഉള്ളത്? 11 minus 3y minus 4y is equal to minus 24. നോക്കിക്കേ, ഇത് രണ്ടും എന്താണ്? ലൈക്ക് ടേംസ് ആണ് അല്ലെ? രണ്ടിടത്തും y എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്. അതിന്റെ പവറും സെയിം ആണ്. അപ്പൊ സെയിം വേരിയബിൾ വിത്ത് സെയിം പവർ വരുന്നതിനെയാണ് ലൈക്ക് ടേംസ് എന്ന് പറയുന്നത്. ലൈക്ക് ടേംസ് ആണെങ്കിൽ അതിന്റെ കോഫിഷ്യന്റ് തമ്മിൽ ആഡ് ചെയ്യാനും പറ്റും, മൈനസ് ചെയ്യാനും പറ്റും. സോ അപ്പൊ സൈൻ നോക്കിയിട്ട് വേണം നമ്മൾ അത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ 11 എടുത്ത് അതുപോലെ എഴുതുക. ഇവിടുത്തെ സൈൻ നോക്കിയപ്പോൾ രണ്ടിടത്തും നെഗറ്റീവ് സൈൻ ആണ്. അപ്പൊ നമ്മൾ എന്താ റൂള് പഠിച്ചിട്ടുള്ളത്? രണ്ടു പേർക്കും നെഗറ്റീവ് സൈൻ വന്നാൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, അതിനുശേഷം നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. കണ്ടോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 11 മൈനസ് 7y is equal to minus 24. ഇനി നമ്മൾ ഇതായി വൈയുടെ ടേം എന്ന് പറയുമ്പോൾ മൈനസ് 7y ആണ് അല്ലേ? നെഗറ്റീവ് സൈൻ എടുത്ത് കളയരുതേ. അത് മാത്രം ഇവിടെ എടുത്ത് എഴുതിയിട്ട് നമ്മൾ ആരെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുക? 11നെ ട്രാൻസ്പോസ് ചെയ്യുക. അതാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയത് 11 മൈനസ് 7y ഇസ് ഈക്വൽ ടു മൈനസ് 24 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? 11നെ ട്രാൻസ്പോസ് ചെയ്യാണ് അല്ലെ? അപ്പൊ മൈനസ് 7y ഇസ് ഈക്വൽ ടു മൈനസ് 24. ഇവിടെ പ്ലസ് 11 ആണ്. ഇപ്പുറം വരുമ്പോൾ എന്താകും? മൈനസ് 11. ദെൻ മൈനസ് 7y ഇസ് ഈക്വൽ ടു, ഇവിടെ രണ്ടിടവും നെഗറ്റീവ് സൈൻ ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യണം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 35. ക്ലിയർ? ഇനി ഇതിനടുത്ത് നമ്മൾ ചെയ്യേണ്ടത് രണ്ടിടവും നെഗറ്റീവ് സൈൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും അല്ലെ? അപ്പൊ നമുക്ക് 7y is equal to 35. ഇനി വൈയുടെ വാല്യൂ ആണ് വേണ്ടുള്ളത്. സോ വൈനെ മാത്രം നമ്മൾ ഇവിടെ എഴുതിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ 7നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യണം. അപ്പൊ 7y എന്ന് വെച്ചാൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? 7 into y എന്നാണ് അല്ലെ? അപ്പൊ ഇൻറ്റുവിനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്താകും? ഡിവൈഡഡ് ബൈ 7. അപ്പൊ നമുക്ക് വൈയുടെ വാല്യൂ എന്താ കിട്ടിയത്?
5. അതെടുത്ത് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം? നമ്മുടെ തേർഡ് വണ്ണിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടും? എക്സിന്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം put it in third one. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ എന്താ എഴുതിയത്? put it in third one. ഈ തേർഡ് വണ്ണിനകത്താണ് നമ്മൾ ഇടാൻ പോകുന്നത്. സോ അപ്പൊ നമുക്ക് അത് എടുത്ത് എഴുതാം. തേർഡ് എന്തായിരുന്നു? എക്സ് ഇസ് ഈക്വൽ ടു 11 മൈനസ് 3y/2. ഇതായിരുന്നു നമ്മുടെ തേർഡ് വൺ, അതായത് തേർഡ് ഇക്വേഷൻ. അതിനകത്തോട്ട് നമ്മൾ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു 11 മൈനസ് 3 ഇൻറ്റു വൈയുടെ വാല്യൂ എന്താണ്? 5/2. 11 മൈനസ് 3 ഇൻറ്റു 5/2. അപ്പൊ ഇനി നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു 11 മൈനസ് 3 ഇൻറ്റു 5 എന്താണ്? 15 അല്ലേ? 11 മൈനസ് 15/2. എക്സ് ഇസ് ഈക്വൽ ടു 11 മൈനസ് 15. എത്ര കിട്ടും? നമ്മൾ 15 നിന്ന് 11 കുറച്ച് നോക്കണം. അപ്പൊ നമുക്ക് 4 കിട്ടും. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ മൈനസ് ചെയ്യുന്ന രീതിയിലായതുകൊണ്ട് ആൻസറിന്റെ കൂടെ എന്തിട്ട് കൊടുക്കുന്നു? നമ്മൾ നെഗറ്റീവ് സൈൻ /2. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? -2. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി എന്താണ്? -2. വൈയുടെ വാല്യൂ എന്താ കിട്ടിയത്? നമുക്ക് 5. ഇനി എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്? ഇതിലെ എമ്മിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് അല്ലേ? y is equal to mx plus 3 ഈ എമ്മിന്റെ വാല്യൂ വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. സോ അപ്പൊ നമുക്ക് ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് y is equal to mx plus 3 എന്ന് എഴുതാം. വൈയുടെ വാല്യൂ എന്തായിരുന്നു? 5 is equal to m into x ന്റെ വാല്യൂ -2 plus 3. സോ 5 മിസ്സായി പ്ലസ് 3 ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്തു. അപ്പൊ എന്തായി? -3 is equal to m into -2 എന്താണ്? -2m. ഓക്കെ, നമുക്ക് ബാലൻസ് ചെയ്യാം. അപ്പൊ 5 മൈനസ് 3 ഇസ് ഈക്വൽ ടു -2m എന്നാണ് നമുക്ക് കിട്ടിയത്. -2m. സോ 5 മൈനസ് 3 എന്താണ്? 2 ഇസ് ഈക്വൽ ടു -2m. ഇനി നമ്മൾ എന്ത് ചെയ്യും? -2നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വരും എന്നുള്ളത് നോക്കാം. അപ്പൊ വരുമ്പോ 2/-2 ഇസ് ഈക്വൽ ടു m എന്ന് വരും. 2/-2 എന്ന് വെച്ചാൽ എന്താ ആൻസർ? -1. ഓക്കെ, അപ്പൊ ഇതേ കിട്ടി നമുക്ക് എമ്മിന്റെ വാല്യൂ അല്ലേ? -1. നമ്മൾ എന്തൊക്കെയാ ചെയ്തത്? അതിന് ആദ്യമേ നമ്മൾ വൈയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? നമുക്ക് 5 വന്ന് കിട്ടി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എമ്മിന്റെ വാല്യൂ കിട്ടി. സോ സിമ്പിൾ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് കാണാം കേട്ടോ. സോ ബൈ.